ഹായ് ഓൾ, വെൽക്കം ടു ബ്രെയിൻ ബൂസ്റ്റേഴ്സ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 4ാം ക്ലാസ്സിൻ്റെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ഒരു മാതൃകാ ചോദ്യപേപ്പറാണ്. പ്രവർത്തനം 1-ന് 2 ചോയ്സസ് ഉണ്ട്, എയും ബിയും. അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. പ്രവർത്തനം 1 എ, സസ്യങ്ങൾ പലവിധം. വ്യത്യസ്ത തരം സസ്യങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിച്ച് പതിപ്പ് നിർമ്മിക്കുകയാണ് വിനുവും കൂട്ടുകാരും. ഇവ എവിടെ കാണപ്പെടുന്നു എന്നതിനനുസരിച്ച് ചിത്രത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന വൃത്തത്തിന് നിറം നൽകുക. മരുരൂഹങ്ങൾക്ക് ചുവപ്പ് നിറവും ജലസസ്യങ്ങൾക്ക് നീല നിറവും നൽകണം. 6 സസ്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അവ ഏത് തരം സസ്യങ്ങളാണ് എന്ന് നോക്കി അനുയോജ്യമായ നിറം നമുക്ക് നൽകാം. ഇവയാണ് ഉത്തരങ്ങൾ. 1, 3, 5 എന്നീ ചിത്രങ്ങൾ മരുരൂഹങ്ങളാണ്, അതിനാൽ അവയ്ക്ക് ചുവപ്പ് നിറവും. 2, 4, 6 ചിത്രങ്ങൾ ജലസസ്യങ്ങളാണ്, അതിനാൽ അവയ്ക്ക് നീല നിറവും നൽകിയിരിക്കുന്നു. ബി പാർട്ട്. മത്സ്യങ്ങൾക്ക് ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയാണുള്ളത്. താഴെ പറയുന്നവയിൽ നിന്ന് മത്സ്യത്തിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. 1. മത്സ്യങ്ങളുടെ ആകൃതി, വാൽച്ചിറക്. 2. ചെകിളപ്പൂക്കൾ, നിറം. 3. കടൽ വെള്ളം, പുഴവെള്ളം. 4. വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകൾ. 4 ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. എ 1 മാത്രം, ബി 1ഉം 4ഉം, സി 2ഉം 3ഉം, ഡി 4 മാത്രം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 4ഉം. മത്സ്യങ്ങളുടെ ആകൃതി, വാൽച്ചിറക്, വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകൾ എന്നിവയാണ് മത്സ്യത്തിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. സി പാർട്ട്. കൂട്ടത്തിൽപ്പെടാത്തതിനെ കണ്ടെത്തി എഴുതൂ. ഓപ്ഷൻ എ വനം, ഓപ്ഷൻ ബി കുളം, ഓപ്ഷൻ സി കടൽ, ഓപ്ഷൻ ഡി മരുഭൂമി. ഉത്തരം ഓപ്ഷൻ ബി കുളമാണ്. കാരണം കുളം ഒരു ചെറിയ ആവാസ വ്യവസ്ഥയും വനം, കടൽ, മരുഭൂമി എന്നിവ വലിയ ആവാസ വ്യവസ്ഥയുമാണ്. പ്രവർത്തനം 1-ൻ്റെ ബി ചോയ്സ്. അതിജീവനവും ജീവികളും. വ്യത്യസ്ത തരം ജീവികൾക്ക് അവയുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയുണ്ട്. താഴെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് അവ ജീവിക്കുന്ന ഇടങ്ങളിൽ അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തുക. നമുക്ക് നൽകിയിരിക്കുന്നത് ഒട്ടകവും മത്സ്യവുമാണ്. ഒട്ടകത്തിൻ്റെ ശാരീരിക സവിശേഷതകൾ: മുതുകിലെ കൊഴുപ്പ്, നീളമുള്ള കാലുകൾ, മണ്ണിൽ പുതഞ്ഞു പോകാത്ത പരന്ന പാദങ്ങൾ. മത്സ്യത്തിൻ്റെ ശാരീരിക സവിശേഷതകൾ: ശരീരപ്രകൃതി, ചിറകുകൾ, വാൽ ചിറകുകൾ, വഴുവഴുപ്പുള്ള ശരീരം, ചെതുമ്പലുകൾ. ബി പാർട്ട്. താഴെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിലെയും സന്ദർഭം ശ്രദ്ധിക്കുക. കുന്നുകൾ ഇടിച്ചു നിരത്തുകയും വയലുകൾ മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? എഴുതുക. കുന്നുകൾ ഇടിച്ചു നിരത്തുമ്പോൾ കുന്നിലെ ജീവികളുടെ ആവാസങ്ങൾ നഷ്ടപ്പെടുന്നു, മണ്ണിടിച്ചിലിന് കാരണമാകുന്നു, കാലാവസ്ഥയെ ബാധിക്കുന്നു. അതേപോലെ തന്നെ വയലുകൾ മണ്ണിട്ട് നികത്തുമ്പോൾ വയലിലെ ജീവികളുടെ ആവാസം നശിക്കുന്നു, വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു, ജലദൗർലഭ്യത്തിന് കാരണമാകുന്നു. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ വൈവിധ്യം ആഘോഷിക്കൂ, വന്യജീവികളെ സംരക്ഷിക്കൂ. ഓപ്ഷൻ ബി വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. ഓപ്ഷൻ സി ആവാസ വ്യവസ്ഥ വിവിധ ജീവിയ അജീവിയ ഘടകങ്ങളുടെ സംയോജനമാണ്. ഓപ്ഷൻ ഡി പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ആവാസ വ്യവസ്ഥകളുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിനാൽ ഓപ്ഷൻ ബി വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. പ്രവർത്തനം 2. ഭൂമിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തം. മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. മണ്ണ് മലിനമാക്കുന്ന സന്ദർഭങ്ങൾ: 1 നൽകിയിരിക്കുന്ന അമിതമായ കീടനാശിനി പ്രയോഗം. മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികൾ: മണ്ണിര. ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ: വിവിധ തരം ജീവികൾ ഇല്ലാതാകുന്നു. വേറെ 3 ലൈനുകൾ കൂടി എഴുതി പൂർത്തിയാക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം: മണ്ണ് മലിനമാക്കുന്ന സന്ദർഭങ്ങൾ: പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നത്, മലിനവസ്തുക്കൾ നിക്ഷേപിക്കുന്നത്, ഖനനം മൂലമുള്ള മലിനീകരണം. മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികൾ: സൂക്ഷ്മജീവികൾ, പ്രാണികൾ, മനുഷ്യർ. ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ: മണ്ണിൻ്റെ സ്വാഭാവിക ഘടന നഷ്ടമാകുന്നു, സസ്യങ്ങൾ നശിക്കുന്നു, ഭൂഗർഭജലം മലിനമാകുന്നു. ബി പാർട്ട്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് അവ ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടതെന്ന് എഴുതുക. ചിത്രം നോക്കുമ്പോൾ നമുക്കറിയാം. ഒന്നാമത്തെ ചിത്രം
വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടതും രണ്ടാമത്തെ ചിത്രം ജലമലിനീകരണവുമായി ബന്ധപ്പെട്ടതുമാണ്. പ്രവർത്തനം 3. സ്വതന്ത്ര ഭാരത ഭൂമി. തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. പതിയെ പതിയെ അവർ നാട്ടുരാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വ്യവസായശാലകൾ ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. അവർ പരസ്പരം പോരടിച്ചു നിന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. പീരങ്കി, തോക്ക് തുടങ്ങി മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും നാട്ടുരാജാക്കന്മാരെയും വരുതിയിലാക്കി. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. തന്നിരിക്കുന്ന ഖണ്ഡികയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം: വിദേശികൾ ഇന്ത്യയിലെത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? ഓപ്ഷൻ എ യുദ്ധം ചെയ്യാൻ, ഓപ്ഷൻ ബി നാട്ടുരാജാക്കന്മാരുമായി ചേർന്ന് കച്ചവടം ചെയ്യാൻ, ഓപ്ഷൻ സി സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിന്, ഓപ്ഷൻ ഡി വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ. ഉത്തരം ഓപ്ഷൻ സി സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിന്. ബി പാർട്ട്: ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ചു കഴിയുകയായിരുന്നു. ശരിയോ തെറ്റോ എന്നെഴുതുക. ഉത്തരം ശരി. സി പാർട്ട്: ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം ഇന്ത്യയെ വിവിധ നാട്ടുരാജ്യങ്ങളായി വിഭജിച്ചിരുന്നതും നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള ഭിന്നിപ്പും ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞു. ഡി പാർട്ട്: ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ അധീനതയിൽ നിലനിർത്തിയത് ഏകദേശം എത്ര കാലമാണ്? ഓപ്ഷൻ എ 1 നൂറ്റാണ്ട്, ഓപ്ഷൻ ബി 2 നൂറ്റാണ്ട്, ഓപ്ഷൻ സി 3 നൂറ്റാണ്ട്, ഓപ്ഷൻ ഡി 1.5 നൂറ്റാണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 2 നൂറ്റാണ്ട്. പ്രവർത്തനം 4. സ്വാതന്ത്ര്യം സമരങ്ങളിലൂടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും മഹത്തരമായ സമരങ്ങളാണ് ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും. ഈ 2 സമരങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ആദ്യം നമുക്ക് ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് നോക്കാം. ഉപ്പ് വേർതിരിച്ചെടുക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി, ഒരു പ്രത്യേക ലെവി നൽകണമെന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ പ്രഖ്യാപിച്ചു. നികുതി അടയ്ക്കാതെ ഉപ്പ് ഉണ്ടാക്കിയവരെ ജയിലിലടച്ചു. ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. 1930 മാർച്ച് 12-ന് ഗാന്ധിജി തൻ്റെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി ബീച്ചിലേക്ക് ഒരു മാർച്ച് ആരംഭിച്ചു. ഏപ്രിൽ 5-ന് മാർച്ച് ദണ്ഡിയിൽ എത്തി. കടലിൽ നിന്ന് ഒരു പിടി ഉപ്പെടുത്ത് ഗാന്ധിജി പറഞ്ഞു, ഉപ്പ് പിടിച്ചിരിക്കുന്ന ഈ കൈകൾ തകർന്നാലും അവർ ഉപ്പ് ഉപേക്ഷിക്കുകയില്ല. ഇനി നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് നോക്കാം. ബ്രിട്ടീഷ് സർക്കാരിനെതിരായ ശ്രദ്ധേയമായ ഒരു ബഹുജന പ്രസ്ഥാനമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1942 ഓഗസ്റ്റ് 8-ന് ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിലാണ് പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാർ എല്ലാ ഭരണാധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറണമെന്നും ഇന്ത്യ വിട്ടു പോകണമെന്നും സെക്ഷൻ ആവശ്യപ്പെട്ടു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നിവരായിരുന്നു പ്രധാന നേതാക്കൾ. ഗാന്ധിജി എല്ലാവരോടും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തു. ബി പാർട്ട്: അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി കെ കേളപ്പൻ, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇവിടെ ഉത്തരം വരുന്നത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതേപോലെ വേറൊരു കാര്യവും അറിഞ്ഞിരിക്കണം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ ആണ്. പ്രവർത്തനം 5A. ഇന്ത്യയുടെ ഭൂപ്രകൃതി നൽകിയിരിക്കുന്നു. ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകണം. പാർട്ട് എ: 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തരം മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ബി പാർട്ട്: ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. സി പാർട്ട്: കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏത്? ഉത്തരം അറബിക്കടൽ. ഡി പാർട്ട്: ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവയെ കൂടാതെ മറ്റൊരു സംസ്ഥാനം കൂടി കണ്ടെത്തി എഴുതുക. ഉത്തരം ഒഡീഷ. ഈ പാർട്ട്:
കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തരം തമിഴ്നാട്, കർണാടകം. പ്രവർത്തനം 5B. പറക്കും കൂട്ടുകാർ. റീന തൻ്റെ വീടിൻ്റെ പരിസരത്ത് സ്ഥിരമായി കാണപ്പെടുന്ന വിവിധ തരം പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓരോന്നും പരിശോധിച്ച് അനുയോജ്യമായ പക്ഷിയുടെ നേരെ വരച്ച് യോജിപ്പിക്കുക. ഉയരത്തിൽ പറക്കുന്നു, കൂർത്ത നഖങ്ങൾ, മൂർച്ചയുള്ള ചുണ്ടുകൾ, ഇരയെ റാഞ്ചി പിടിക്കുന്നു. അതുമായി യോജിക്കുന്നത് പരുന്താണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവ നോക്കാം. കറുത്ത നിറം, കൂട്ടമായി സഞ്ചരിക്കുന്നു, പരിസരം വൃത്തിയാക്കുന്നു. ഈ തന്നിരിക്കുന്ന പക്ഷികളിൽ പൊന്മാൻ, മരംകൊത്തി, കാക്ക ഏതാണ് യോജിക്കുക? കാക്ക. കാക്കയുമായി വരച്ച് യോജിപ്പിക്കുന്നു. അടുത്തത് ചെറിയ ശരീരം, നീണ്ട ചുണ്ടുകൾ, വേഗത്തിൽ പറക്കുന്നു, പുഴയിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നു. അതുമായി യോജിച്ചത് പൊന്മാൻ. പൊന്മാനോട് വരച്ചു ചേർക്കാം. അടുത്തത് ഇടത്തരം വലിപ്പം, തലയിൽ തൊപ്പി പോലുള്ള ഭാഗം, ശക്തിയുള്ള കൂർത്ത നഖങ്ങൾ. അത് യോജിക്കുന്നത് മരംകൊത്തിയുമായിട്ടാണ്. മരംകൊത്തിയോട് യോജിച്ച് ചേർക്കാം. ബി പാർട്ട്. ജലത്തിൻ്റെ സാന്നിധ്യമുള്ളയിടത്ത് ഇര തേടുന്ന പക്ഷി ഏത്? ഓപ്ഷൻ എ പരുന്ത്, ഓപ്ഷൻ ബി തത്ത, ഓപ്ഷൻ സി കൊക്ക്, ഓപ്ഷൻ ഡി മൈന. ഉത്തരം ഓപ്ഷൻ സി കൊക്ക്. സി പാർട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ്. ബി ആഹാര സമ്പാദന രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധമുണ്ട്. ഓപ്ഷൻ സി ചില പക്ഷികൾക്ക് നീണ്ടുകൂർത്ത ചുണ്ടുകളും നീണ്ട കാലുകളുമുണ്ട്. ഓപ്ഷൻ ഡി ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകളായിരിക്കും. നമുക്കിവിടെ കണ്ടെത്തേണ്ടത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ്. കാരണം എല്ലാ പക്ഷികൾക്കും ഒരേ ശരീരഘടനയല്ല ഉള്ളത്.